കോഴിക്കോട് മാവൂരിൽ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. പ്രതിഷേധം സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചെന്നാരോപിച്ച്. മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കും വരെ സമരം തുടരുമെന്ന് ജീവനക്കാർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് 70.51% പോളിംഗ്. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന UDF. നഗരസഭാ വോട്ടിൽ പ്രതീക്ഷ വെച്ച് LDF. പാലക്കാട് പിടിക്കുമെന്ന NDA. പ്രഖ്യാപനം മറ്റന്നാൾ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 65.11% പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗിനേക്കാൾ 3.7% വർധനവ്. BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. മഹായുതി സഖ്യം 150 സീറ്റുകൾ നേടുമെന്നും സർവേ ഫലം. ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗം ഇന്ന്. ഉരുൾപൊട്ടൽ ദുരിതബാധിതരോടുള്ള കേന്ദ്ര അവഗണന ചർച്ചയാകും. മുഖ്യമന്ത്രി വിളിച്ച MP-മാരുടെ യോഗവും ഇന്ന്. മലയാള ചലച്ചിത്ര നടൻ മേഘനാഥൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ ബാലൻ K. നായരുടെ മകനാണ്. വിടവാങ്ങിയത് വില്ലൻ വേഷങ്ങൾ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്ത നടൻ. സംസ്കാരം ഷൊർണൂരിലെ വീട്ടിൽ. ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസ്. സോളാർ പദ്ധതി കരാറുകൾക്കായി ഇന്ത്യയിൽ കോഴ നൽകിയെന്ന കുറ്റപത്രം. മരുമകൻ സാഗർ അദാനി ഉൾപ്പെടെ 7 പേർ പ്രതിപ്പട്ടികയിൽ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 22ാം മെഗാ കേബിൾ ഫെസ്റ്റിന് ഇന്ന് തുടക്കം. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്യും. മേള പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വേദിയാകും.